അരുൺ, ഗവർണർ ഗസ്റ്റ് ഹൗസിലാണ്. തൊട്ടടുത്ത മുറിയിൽ വി സിയും രജിസ്ട്രാറും ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോഴെന്താണ് സാഹചര്യം എന്നറിയില്ല. എന്താണ് ഗവർണർ വി സിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, വൈസ് ചാൻസലറും ഗവർണറും രജിസ്ട്രാറുമുള്ള കൂടിക്കാഴ്ച അല്പസമയം മുൻപ് അവസാനിച്ചു. വൈസ് ചാൻസലറും രജിസ്ട്രാറും ഈ ഗസ്റ്റ് ഹൌസിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു, സ്വവസതികളിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കടുത്ത നടപടികളിലേക്ക്, സർവകലാശാല വി സിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ഗവർണർ കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സർവകലാശാലയിലെ സമാധാനാന്തരീക്ഷം തകർന്നിരിക്കുന്നു എന്ന നിലപാടിലേക്ക് ഗവർണർ മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു നിലപാട്, അതായത് ഇങ്ങനെ ചാൻസലർക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത്, അത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് ഗവർണർ വൈസ് ചാൻസലറോട് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഭരണം പരാജയമെന്ന് ഗവർണർ വൈസ് ചാൻസലറോട് പറഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ വി സിയോട് വിശദീകരണം നൽകാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ക്യാമ്പസിനകത്ത് SFIയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളോടെയുള്ള പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പകരം പ്ലക്കാർഡുകളിലൂടെയും വരകളിലൂടെയും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് SFIയുടെ പ്രവർത്തകരുള്ളത്. ഇവിടെ നമുക്ക് ചാൻസലർക്കെതിരെയുള്ള കറുത്ത ബാനറുകൾ നേരത്തെ ഗവർണർ ഇത്തരത്തിൽ കറുത്ത ബാനറുകൾ ഉയർത്തിയത്, അതായത് സർവകലാശാല ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കറുത്ത ബാനറുകൾ ഉയർത്തിയത് പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചിരുന്നു. ഇപ്പോൾ വലിയ വലിയ ബാനറുകൾ ഇവിടേക്ക് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് SFIയുടെ പ്രവർത്തകരുള്ളത്. തൊട്ടപ്പുറത്ത് വരകളിലൂടെ പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കം SFI പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഇവിടെ ഹാൻസും പാൻബ്രാക്കും പോലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചവച്ചുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് തുപ്പരുത് എന്ന സന്ദേശമാണ് അതിൽ നിന്ന് ആ വരകളിലൂടെ പങ്കുവെക്കുന്നതെന്നാണ് SFIയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധം ഇവിടെ ഇങ്ങനെ അലയടിക്കുകയാണ്. കലകളിലൂടെ, വരകളിലൂടെ, ബാനറുകളിലൂടെയൊക്കെ SFI പ്രതിഷേധിക്കുന്നു. ചാൻസലർ ഇപ്പോഴും സർവകലാശാല ഗസ്റ്റ് ഹൌസിനകത്ത് തന്നെയുണ്ട്. ഏത് നിമിഷവും ചിലപ്പോൾ ചാൻസലർ തട്ടിക്കയറി എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. മാത്രമല്ല, അദ്ദേഹം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർവകലാശാല ഭരണത്തിൽ അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തികഞ്ഞ പരാജയമാണ് സർവകലാശാല ഭരണമെന്ന് വൈസ് ചാൻസലർ MK ജയരാജൻ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. അരുൺ, അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ഈ സർവകലാശാലയിലെ ഭരണം അത് പരാജയമാണെന്ന് ഗവർണർ ആവർത്തിച്ചുകൊണ്ട് വി സിയോട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കടുത്ത നടപടികളിലേക്ക് ഗവർണർ കടക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. രാജ്ഭവനിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൈസ് ചാൻസലർക്കെതിരെ നടപടിയുണ്ടാകും. സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല എന്നൊരു നിലപാടിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വൈസ് ചാൻസലറെയും രജിസ്ട്രാറെയും ഒപ്പം ഗവർണർ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നേരം ഇരുവരുമായും ഗവർണർ ചർച്ച നടത്തി. ഇവിടുത്തെ സർവകലാശാലയിലെ സാഹചര്യം വിലയിരുത്തി. സമാധാനാന്തരീക്ഷം തകർന്നിരിക്കുന്നു എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. നാളെ തന്നെ ഇതിനുള്ള വിശദീകരണം നൽകാനും വി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, രാജ്ഭവനിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർവകലാശാല ക്യാമ്പസിൽ എന്തുകൊണ്ട് എങ്ങനെ SFI ഇതുപോലെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ബാനർ ഉയർത്തി? ഇത് സർവകലാശാല ഭരണത്തിന്റെ പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈസ് ചാൻസലർ MK ജയരാജിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്ഭവൻ ചാൻസലർ ഇപ്പോഴും ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നുണ്ട്. വി സിയുമായും രജിസ്ട്രാറുമായി നേരത്തെ ഏതാണ്ട് 1 മണിക്കൂറോളം ചാൻസലർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, മലപ്പുറം SP അദ്ദേഹം തട്ടിക്കയറി. SP ശശിധരനോട് അദ്ദേഹം ചോദിച്ചത് നീക്കം ചെയ്യാൻ പറഞ്ഞ ബാനർ എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്നാണ്. SP മറ്റ് 3 പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പിന്നീട് SFI കെട്ടിയ ബാനർ മാറ്റിയത്.